ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീനെ പറ്റിയിട്ടാണ്. എന്താണ് സൺസ്ക്രീൻ, നമ്മൾ എങ്ങനെ ശരിയായ രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ ഫേസിലേക്ക് അടിച്ച് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ജനറേഷനിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വെയിലത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ടും SPF 50ക്ക് മുകളിലുള്ള സൺസ്ക്രീൻ എപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു സൺസ്ക്രീൻ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് PA, നമ്മളൊരു സൺസ്ക്രീൻ മേടിക്കാൻ ചെല്ലുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും PA എന്ന് എഴുതിയിട്ടൊരു പ്ലസ് ഉണ്ടാവും. അതൊരു 5+ ഉള്ള സൺസ്ക്രീൻ ആയിരിക്കും നല്ലത്. പിന്നെ SPF 50ക്ക് മുകളിലുള്ള ഒരു സൺസ്ക്രീൻ വേണം. എപ്പോഴും നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, അതായത് ജോലിക്ക് പോകുമ്പോഴായിരുന്നാലും നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും SPF 50ക്ക് മുകളിലുള്ള ഒരു സൺസ്ക്രീൻ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രം നമുക്ക് അതിനുള്ളൊരു ഫലം കിട്ടത്തുള്ളൂ. ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിനകത്ത് അതിൻ്റെ പ്ലസ്സുകൾ ശ്രദ്ധിക്കുക. അതായത് 5+ എങ്കിലും ഉള്ളത് നോക്കി മാക്സിമം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ UVB പ്രൊട്ടക്ഷൻസ് വരുന്നത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് UVA പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് ഏജിങ്ങും ബേണിങ്ങും ആണ്. ഏജിങ് എന്ന് പറയുമ്പോൾ UVA എന്ന് പറയുമ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, പിന്നെ സൂര്യൻ്റെ സൺലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ചില മാർക്ക്, പാടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് UVA പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കുന്നത്. UVB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യാഘാതം, പിന്നെ സ്കിൻ ക്യാൻസർ, അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് UVB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. UVBയും UVAയും മസ്റ്റായിട്ട് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം ഒരു മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം ആദ്യം തന്നെ നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം അല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിൽ ആദ്യം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു സൺസ്ക്രീൻ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം. പിന്നെ നമ്മൾ സൺസ്ക്രീൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു 20 മിനിറ്റ്സ് മുമ്പെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടണം. എന്നിരുന്നാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പെങ്കിലും സൺസ്ക്രീൻ ഇടണം. എന്നിരുന്നാൽ മാത്രമേ ആ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളും അതിന് കിട്ടത്തുള്ളൂ. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫേസിലും കഴുത്തിലും മാത്രമേ സൺസ്ക്രീൻ ഇടത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത്. ശരിക്കും ഫേസിലും നെക്കിലും ചെവിയിലും, 2 ചെവിയുടെ സൈഡിലും, പിന്നെ കയ്യിൻ്റെ ബാക്ക്, നമ്മുടെ കാലിൻ്റെ ഭാഗമില്ലേ, കാൽപാദത്തിൻ്റെ ഭാഗം, ആ ഒരു ഭാഗത്തായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 90 മിനിറ്റ്സ് കഴിയുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കത് എപ്പോഴും ഇങ്ങനെ സൺസ്ക്രീൻ, ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴായിരുന്നാലും ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും 90 മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഒരു ദിവസം ഒരു 2-3 തവണയെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓഫീസിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് രാവിലെ ഇട്ടിട്ട് പോകും, പക്ഷേ നമ്മൾ പിന്നെ വെയിലത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അതിട്ട് കൊടുക്കണം. എന്നിരുന്നാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് നമുക്ക് നമ്മുടെ സ്കിന്നിന് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിരുന്നാലും, ഇപ്പോൾ രാവിലെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് വീണ്ടും സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ദിവസം ഒരു 2-3 തവണയെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ അതാണ് നല്ലത്. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടാണ്. ഒരു 10 മിനിറ്റ് പോലും നമുക്ക് വെയിലത്തോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. സ്കിന്ന് ഡാമേജ് ആയി പോകും. സൺസ്ക്രീൻ ഒന്നും നമ്മൾ യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും. പെട്ടെന്ന് കരിവാളിക്കും. അതിന് പുറമെ പെട്ടെന്ന് തന്നെ സ്കിന്ന് ഡാമേജ് ആയി പോകും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സൺസ്ക്രീൻ എന്ന് പറയുന്ന സംഭവം എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ സൺസ്ക്രീൻ എടുക്കുമ്പോൾ
നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരാൾ പറയുന്ന ഒരു ഐറ്റം നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് നമ്മുടേതായിട്ടുള്ള കാര്യം, എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. നമ്മൾ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നവർ ഇത് നല്ലതാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് നോക്കി ഒരിക്കലും എടുക്കാൻ പാടില്ല. നമ്മുടേതായിട്ടുള്ള രീതിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് സൺസ്ക്രീനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഷോപ്പിൽ ചെന്ന് നിന്നിട്ട് നമ്മളൊരു ഈ സൺസ്ക്രീൻ നല്ലതാണെന്ന് പറയുമ്പോൾ അവരെപ്പോഴും അവിടുത്തെ പ്രൊഡക്റ്റ് വിറ്റ് പോകാനേ അവർ നോക്കത്തുള്ളൂ. അതിപ്പോൾ അത് നല്ലതാണോ, അത് കൊള്ളത്തില്ലേ, അവർ മിക്കവാറും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പോലും വായിച്ച് നോക്കാതായിരിക്കും ഇത് നല്ലതാണെന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഈ സൺസ്ക്രീൻ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. SPF 50 ഉള്ളതാണെങ്കിൽ 50യും അതിനകത്ത് 5+ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് എടുക്കാം. പിന്നെ UVA UVB പ്രൊട്ടക്ഷനും കൂടി ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പും കൂടി ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ച് മാറ്റ് ടൈപ്പൊക്കെ ആയിരിക്കും നല്ല, മാറ്റ് ടൈപ്പോ ജെൽ ടൈപ്പോ അങ്ങനത്തെയൊക്കെ ടൈപ്പായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഡ്രൈ സ്കിന്നാണെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ചിലർക്ക് വൈറ്റ് കാസ്റ്റ് ഇഷ്ടമല്ലാത്ത അങ്ങനത്തെ സൺസ്ക്രീൻ, ഇപ്പം അങ്ങനത്തെ ടൈപ്പൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 5+ വരുന്നുണ്ടോ എന്ന് നോക്കണം, SPF 50ക്ക് മുകളിലോട്ടാണോ എന്ന് നോക്കണം, അങ്ങനത്തെ പിന്നെ UVA UVB പ്രൊട്ടക്ഷൻസ് ഉള്ളതാണോ എന്ന് നോക്കണം. ഇത്രയാണ് മസ്റ്റായിട്ട് നോക്കാനുള്ളത്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട മെത്തേഡ് അതും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് വരുന്ന ആ ഒരു ഡാമേജ്, നമ്മുടെ സ്കിന്നിനുണ്ടാക്കുന്ന ഡാമേജ് കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് എല്ലാവരും സൺസ്ക്രീൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് പുറത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന് 20 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് 20 മിനിറ്റ് മുമ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ വെയിലത്തേക്ക് ഇറങ്ങാം. അത് നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാലും ഒരിക്കലും ഡയറക്റ്റ് വെയിലത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ഒന്നീ ഒരു അംബ്രല്ലയോ അല്ലെങ്കിൽ ഒരു ക്യാപ്പോ ജാക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനത്തെ സംഭവങ്ങൾ കൂടി നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അറിയാലോ, സൺസ്ക്രീൻ ആണെങ്കിൽ നമുക്കിപ്പോൾ 100% ഒരിക്കലും ഫലപ്രദമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.